ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അവിടെ കച്ചറ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വെച്ചാൽ താക്കോൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരാൾ പറയണത് ഞാൻ വീഡിയോ എടുക്കുന്നു, പക്ഷേ ഈ സാധനം കയ്യിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് തീരുമാനമാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് അമ്മ തരുന്നുണ്ട് എനിക്ക് പിടിക്കാൻ. അമ്മ വണ്ടി ചാട്ടാക്കുമ്പോൾ വെച്ച് ഇങ്ങനെ പിടിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പോണത് വണ്ടി ചാട്ടാക്കാൻ വേണ്ടിയിട്ട്. തരൂ, താക്കോൽ തരൂ. ഇറക്കലേ പോയി അതോളല്ലേ അങ്ങനെ കൂട്ടുകാരി, ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ കറി എന്ന് പറഞ്ഞാൽ ചീരത്താളിപ്പാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ചീരേൻ്റെ എല്ലാം. അപ്പോൾ അത് വെച്ചിട്ടൊരു നല്ലൊരു താളിപ്പ് ഉണ്ടാക്കുക. പിന്നെ ചീരത്താളിപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നല്ല അടിപൊളി നല്ല ചെറിയുള്ളി നോക്കിയെടുത്തിട്ട് ഒരു 4-5 ചെറിയുള്ളി, അതിനനുസരിച്ച് ഒരു 4-5 ചോള, എൻ്റെ വെളുത്തുള്ളി, ചീന പറങ്ങിയ മുളകും, ഒന്നട് വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കുക, വാട്ടിയെടുക്കുക. വാട്ടിയതിന് ശേഷം അതിലേക്ക് കഞ്ഞീൻ്റെ വെള്ളം ഒഴിക്കുക. നമ്മുടെ കഞ്ഞീൻ്റെ വെള്ളം സെറ്റായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചീനേൻ്റെ ഇല പിച്ചി ചീന്തിയും മുറിച്ചെടുക്കൊന്നും വേണ്ട, സാധാ പോലെ തന്നെ അങ്ങനെ തന്നെ ഒരു ഇതാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും സംഭവം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, കാരണം നമുക്ക് ചീരേൻ്റെ ഇലയൊക്കെ പറിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകോണിന് പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് ഫോൺ കൊണ്ടുപോകണം, പിന്നെ ദേവേനയ്ക്ക് ഉറക്കിയിട്ട് വേണം എല്ലാ പണികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ. ഇതാണ് നമ്മുടെ ചെറുത് കേട്ടോ. എന്ത് പണിയെടുക്കുകയാണെങ്കിലും ഒപ്പം കൊണ്ട് നടക്കണം ഇപ്പോൾ ആൾ കേട്ടോ. ഓനും കൂടാണ് പറിക്കാൻ. അപ്പോൾ പാത്രത്തിലത്തെ ഉള്ളതൊക്കെ എടുത്താണ്ട് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. വിക്രസ് കുറച്ച് കൂടുതലാണ് കേട്ടോ. എവിടെയും വെച്ച് പോകാൻ പറ്റില്ല. വീടിൻ്റെ അകത്ത് വെക്കുകയാണെങ്കിൽ കോണിപ്പടി കയറും, പുറത്ത് വെക്കുകയാണെങ്കിൽ മുറ്റത്ത് കൂടെ അകത്തും. അങ്ങനെയാണ് കേട്ടോ ആൾ. കുട്ടികളെ നോക്കണമെങ്കിൽ ഇപ്പോൾ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. കാരണം ഒരു 10 കണ്ണുണ്ടായ പോലെ കേട്ടോ അവരെ പിന്നാലെ. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാറില്ല കേട്ടോ. ഏകദേശം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 16-17 ആളുകളാട്ടോ കണ്ടത്. കാരണം നമുക്ക് 11K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആർക്കും വീഡിയോ എത്തണില്ല. കാരണം നമ്മൾ യൂട്യൂബ് നമ്മളെ വീഡിയോസ് നോക്കില്ല, കാരണം മൈൻഡേ ചെയ്യില്ല. കാരണം യൂട്യൂബ് മാമയ്ക്ക് കിട്ടുന്ന ഏണിങ്സും കൂടി നമ്മൾ നഷ്ടപ്പെടുത്തുകയാണല്ലേ യൂട്യൂബ് വീഡിയോ ഇടാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ മൈൻഡ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇനി തുടർച്ചയായിട്ട് നമ്മൾ വ്ളോഗ് ചെയ്യുന്നതാണ്. അപ്പോൾ യൂട്യൂബ് മാമ നിങ്ങൾ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വിശേഷം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വീഡിയോ ആണ് കേട്ടോ, ചെറിയ വ്ളോഗാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. പ്രത്യേകിച്ച് നമ്മളെ വീഡിയോ വലിയ കണ്ടൻറ്റോ കാര്യങ്ങളില്ലാത്ത വീഡിയോ കേട്ടോ. പിന്നെ എന്നോട് എല്ലാ ആൾക്കാരും പറയും കേട്ടോ, മലപ്പുറം തമ്പുരു എന്നുള്ള പേര് പറയുമ്പോൾ നല്ല മലപ്പുറമൊക്കെ അല്ലേ, മുസ്ലിംസൊക്കെയാണ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കയറി പോകുന്നൊക്കെ പറയും കേട്ടോ ഓരോരുത്തർ. അപ്പോൾ മുസ്ലിംസ് അല്ലാത്തവരാട്ടോ പറയണവരൊക്കെ. പക്ഷേങ്കിൽ ഞാൻ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ മുസ്ലിംസ് ആയാലും ഹിന്ദു ആയാലും ആരായാലും വീഡിയോ ഇട്ടാൽ കയറണമെന്നുണ്ടെങ്കിൽ മാത്രമേ കയറി പോകുള്ളൂ, അല്ലെങ്കിൽ കയറി പോകുന്നില്ല വീഡിയോ അറിയാൻ. പിന്നെ ഇങ്ങനെ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ തലയിൽ തട്ടിട്ടിട്ട് വീഡിയോ പോയി ചെയ്തോ, അല്ലെങ്കിൽ മുഖം മറിച്ച് വീഡിയോ ചെയ്തോ, എന്നാലൊക്കെ റീച്ച് ആവുള്ളൂ. അമ്മത്തെ റീച്ചൊന്നും വേണ്ടെന്ന് അറിയാൻ, ഉള്ള രീതിയിൽ പോയാൽ ഉള്ള പോലെ പോയാൽ മതി എന്ന് അറിയട്ടോ ഞാൻ. പിന്നെ പറഞ്ഞാൽ നമ്മളിപ്പോൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്ന നമ്മൾ ഫാമിലി ആയിക്കോട്ടെ, നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മളൊരു വീഡിയോ ഒന്നും കാണാനോ ഇതാക്കാനോ ഒന്നും അവർക്ക് നേരം ഉണ്ടാവില്ല, ടൈമും ഉണ്ടാവില്ല. നമ്മളും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് തുടങ്ങി വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും വീഡിയോ നമ്മൾ പോയി കാണുമോ? ഇല്ല, നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മളൊക്കെ പണി ഒരുങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടി വേഗം നോക്കാനുള്ള സമയമുള്ളൂ. അങ്ങനെയാണ്. പിന്നെ യൂട്യൂബ് കാര്യങ്ങളില്ലാത്ത മക്കളുണ്ടാവും. കുറേ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 മക്കൾ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മക്കളില്ലാത്ത എത്രയോ ആളുകൾ ഇതേപോലെ വേഗം മക്കളൊക്കെ കൊടുക്കണം.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചുണ്ടാക്കിയ അവരൊന്നും ചിലപ്പോൾ നമ്മൾ വീഡിയോ പോലും മൈൻഡ് ചെയ്യില്ല. ഒരു വേറെയുള്ള വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്നാലും നമ്മളെ വീഡിയോ ഒന്നും നോക്കുക പോലും ഇല്ല. അങ്ങനെ വല്ല എന്തെങ്കിലും നമ്മൾ വല്ല കണ്ടൻറ്റ് എഴുതിയിട്ട് എന്തെങ്കിലുമൊക്കെ ആണ് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ തമ്മിലൊക്കെ കാണുമ്പോൾ ഒന്ന് പാളി നോക്കും, അതല്ലേ ഇതാണ് എന്താ പ്രശ്നം എന്നൊക്കെ അങ്ങനെ നോക്കണ കുറച്ചെണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യണം. നമ്മൾ ഡെയിലി ഇങ്ങോട്ട് വീഡിയോ ഇട്ട് പോവുക, കാണുമ്പോൾ കാണും എന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ നമ്മൾക്ക് ഒരു ദിവസം വീഡിയോ ഇടുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചീരേൻ്റെയിലൊക്കെ പറിച്ച് ഞാൻ എല്ലാ ചീരേൻ്റെ ഒട്ട് കൊടുത്തിട്ടും ചീരേൻ്റെ മരം അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട് കേട്ടോ. മേലൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിന് മറ്റേ അതിൻ്റെ എന്തുണ്ടാവില്ല പൂ ഇതൊക്കെ പറ്റില്ലേ സംഭവം ചീര വിത്ത് അതിനുള്ളതൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പച്ച ചീര ആയതുകൊണ്ട് എനിക്ക് ചുവന്ന ചീരേനെക്കാട്ടിലും ഏറ്റവും ഇഷ്ടം പച്ച ചീര കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഏത് ചീരയാണ് ഇഷ്ടം എന്നുള്ളത് കൂടി കമൻറ്റ് അറിയിക്കുക കേട്ടോ. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടുള്ള ചീരയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ദേവ നമ്മളെ പിന്നാലെ ഉണ്ട് കേട്ടോ. ദേവുട്ടല്ലാതെ ഒരു പരിപാടി ഇല്ല പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ചീരയൊക്കെ പറിച്ച് ലെവലാക്കി എടുക്കുകയാണ് കേട്ടോ. ദേവുട്ടന് ഒപ്പം പറിക്കാനൊക്കെ കൂടെയാണ്. ഭയങ്കര രസമാണ് കേട്ടോ. ആൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അങ്ങനെ 2 മക്കളെ തന്നപ്പോൾ ഞാൻ വിചാരിച്ചതേ എന്താ എൻ്റെ മക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കുറയോ എന്താ ഞാൻ സ്നേഹിക്കണില്ല എന്ന് തോന്നുന്നു. പക്ഷെ 3 ആളായപ്പോഴും എനിക്ക് ആ ഒരു ഇത് എന്താ മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ മൈൻഡ് അങ്ങോട്ട് മാറിയിട്ടോ. കാരണം നമ്മൾ ഒക്കെ ചെറുതല്ലേ, എല്ലാവരും ചെറിയ കുട്ടികളാണ്. അപ്പോൾ എല്ലാവരും ഒരേപോലെ നോക്കുന്നതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വികൃതി ഇതൊക്കെ പറഞ്ഞു ചാരുവിനൊക്കെ ഉണ്ടാവും. കാരണം അത് ഓരോ സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ വികൃതി ആടുന്ന ടൈമല്ല. അപ്പം അങ്ങനെ നമുക്ക് നല്ല അടിപൊളി നമ്മുടെ ചീരയൊക്കെ കിട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കുടുകാമണി ഉണ്ടല്ലോ, നമ്മുടെ ദേവേനെ ഓനൊന്ന് ഉറക്കിയാലേ ബാക്കി പരിപാടി നടക്കുള്ളൂ കേട്ടോ. പിന്നെ രാവിലെ ഒന്ന് ചാടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഉറക്കമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്ന പണികളൊക്കെ ഉണ്ട്, തിരുമ്പാനും ഇതൊക്കെ രാവിലെ തന്നെ നേരത്തെ കാലത്ത് കുളിക്കും കേട്ടോ. കുളിച്ചിട്ടില്ല തോന്നിയാലും നേരത്തെ കാലത്ത് കുളിച്ച് റെഡി ആവുകയൊക്കെ ചെയ്യും കേട്ടോ ഞാൻ. അതിന് ശേഷം പിന്നെ പൊട്ടിടലും ഇതാക്കലോ അതിനൊന്നും നമുക്കൊരു സമയമില്ല കേട്ടോ. നമുക്ക് അതിനൊന്നുള്ളൊരു ഇതും അല്ല. അപ്പോൾ അങ്ങനെ മകനെ ഇനി ഉറക്കട്ടെ. ഇനി ഓൻ ഉറക്കിയതിന് ശേഷമാണ് ബാക്കി പരിപാടി കേട്ടോ. ഉണ്ടോ പുട്ടുപണി. അപ്പോൾ ഇതാണ് ഗേസ് നമ്മുടെ ഹരിദേവാണ് കേട്ടോ പേര്. ഇനി ഓൻ ഉറക്കാൻ പോകണം. അപ്പോൾ ഞായും ഉറങ്ങിക്കോ കഴിഞ്ഞപ്പോൾ ഞായും ഉറങ്ങാണ് കേട്ടോ. ഇനി ഓനെ ഉറക്കണം. എന്താണ് ഇനി നമുക്ക് ഓനെ ഉറക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളെ ബാക്കിയുള്ള പരിപാടികൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇനി നടക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഒച്ചയും ബഹളം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ തല്ലോടി കളിക്കാൻ കേട്ടോ. പാറും ചാരും തന്നെ പരിപാടി നോക്കി അനങ്ങിയ തല്ലോടിൽ കണ്ടോ. അങ്ങോട്ട് എന്തെങ്കിലും വികൃതി കാട്ടാൻ പോകും, ഞോള് എന്തെങ്കിലും ഇതാക്കാൻ പറ്റും. ഞാൻ പറയും കണ്ണിൽ മുക്കിലൊന്നും കുത്തല്ലേ പറയും. എന്നിട്ട് അവിടെ വീണ്ടും കാട്ടുകൊണ്ട് ഞാൻ കണ്ടോ മറ്റുള്ളവരെ കാട്ടുന്നത് ഇത് തന്നെയാണ് അവരുടെ പരിപാടി. കണ്ടോ മനസ്സിലായില്ലേ ഗൈസ്, ഇതാണ് പരിപാടി. അപ്പം അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ദേവേനെ ഇങ്ങോട്ട് ഉറക്കട്ടെ. ഓനെ പിന്നെ കട്ടിൽ നിർത്തിയാലും എന്താ ഓനെ അവിടെ അടങ്ങിയിരുന്നോളൂ കേട്ടോ. ആ കാര്യത്തിലൊന്നും പേടില്ല. ആദ്യം ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ കട്ടിലൊക്കെ തല കുത്താൻ ഇട്ടിട്ട് കട്ടിലിൽ കിടത്താൻ തന്നെ പേടിയായിരുന്നു. അത് ചാടുക എന്നുള്ളതുണ്ട്. ഇപ്പോൾ ആ പേടിയൊക്കെ മാറി കേട്ടോ. ഓൻ അതിന് മേലെത്തും, അങ്ങനത്തെ ആളാണ് ഓന്. എന്നാൽ പിന്നെ ബാക്കി എൻ്റെ ശ്രീകോട്ടം പോവാം കേട്ടോ. ഓട്ടോറിക്ഷയും കൊണ്ട് പോവായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രമാത്രം. വീഡിയോ സപ്പോർട്ട് ചെയ്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന ആൾക്കാർ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. നിങ്ങളെ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ മറ്റൊരു ദിവസം നല്ല വ്ളോഗായിട്ട് വരുന്നവരേക്കും ഇതുവരെ വാച്ച് ചെയ്ത എല്ലാ മുത്തുമണികളോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരു.